നമസ്കാരം. പതിരും കതിരും. ഗ്രാമത്തിലേക്ക് ഒരു കടുവ ഇറങ്ങി വന്നു. അത് നോക്കുമ്പോൾ ഒരു കുട്ടി തനിച്ചിരുന്ന് കളിക്കുകയാണ്. കടുവ ചോദിച്ചു, കുട്ടി, നീ വരുന്നോ എനിക്കൊപ്പം കാട്ടിലേക്ക്? കുട്ടി കടുവയുടെ പുറത്ത് കയറി കാട്ടിലേക്ക് പോയി. മാസങ്ങൾക്ക് ശേഷം ആ കടുവ പിന്നെയും ഗ്രാമത്തിലേക്ക് വന്നു. പക്ഷേ അതിൻ്റെ പുറത്ത് കുട്ടി ഉണ്ടായിരുന്നില്ല. പകരം കടുവയുടെ മുഖത്ത് ആ കുഞ്ഞിൻ്റെ ചിരി ഉണ്ടായിരുന്നു. മലയാളത്തിലെ പ്രശസ്തനായ കവി കെ രാജഗോപാൽ പറഞ്ഞ ഒരു നാടോടി കഥയാണിത്. മനുഷ്യനെ മോഹാവേശത്തിലാഴ്ത്തി അടിമകളാക്കി വനാന്തരത്തിലേക്ക് കൊണ്ടുപോകുന്ന കടുവയാണ് കമ്മ്യൂണിസം. അത് അപാരമായ കൗശലത്താൽ നമ്മെ പുറത്തു കയറ്റി എവിടേക്കോ കൊണ്ടുപോകുന്നു. തിരിച്ച് വീണ്ടും വരുമ്പോൾ അതിൻ്റെ പുറത്ത് മനുഷ്യരുണ്ടാകില്ല, മനുഷ്യൻ്റെ ഒരു ചിരി ഉണ്ടാകും. കാടിറങ്ങിയോടി വരുമൊരു മൂഢനായ കാട്ടുകടുവയെ വേട്ടയാടിയാടി ഇതുവഴി വാ. ഇങ്ങനെ പാടാൻ തോന്നും പിണറായി വിജയൻ എന്ന നവകേരള കടുവയെ കാണുമ്പോൾ. ട്രംപിനെ എന്തുകൊണ്ട് മോദി ആട്ടി ഓടിച്ചില്ല എന്ന് ചോദിച്ചുകൊണ്ടാണ് പിണറായി വിജയൻ യുദ്ധവിരുദ്ധ സമ്മേളനം ഇന്നലെ ഉദ്ഘാടനം ചെയ്തത്. എന്തുകൊണ്ടാണ് മയോ ക്ലിനിക്കിൽ പിണറായി ചികിത്സയ്ക്ക് ചെല്ലുമ്പോൾ ട്രംപിനെ നേരിട്ട് ആട്ടാത്തത്? 1000 കാതം ആകാശദൂരമുള്ള ട്രംപിനെ നമുക്ക് പിന്നെ ആട്ടാം. അമ്മായിയപ്പനും ജാമാതാവിനും ആവുന്നത്ര ആട്ട് കിട്ടുന്നുണ്ട് ഈ നാട്ടിൽ നിന്നും. പണ്ട് പാളയിൽ വെച്ച് കുട്ടിയെ വലിക്കുന്ന ഒരു കളിയുണ്ടായിരുന്നു. പാളയുടെ മൂട് കീറുമ്പോൾ കുട്ടിക്ക് നോവും, കല്ലും മുള്ളും കുണ്ടിക്ക് കൊള്ളും. അവൻ എഴുന്നേറ്റ് നിന്ന് കൂവാനും കരയാനും തുടങ്ങും. അതോടെ ആ സീനാകെ കോൺട്രയാകും. അതുപോലെ മിസ്റ്റർ മരുമകനെ ഇങ്ങനെ തുറന്ന ജീപ്പിൽ നിർത്തി നാടാകെ എഴുന്നള്ളിക്കുന്ന ഒരു കാഴ്ച ഇപ്പോൾ പതിവായി കാണാറുണ്ട്. അങ്ങനെ കിരീടാവകാശി റിയാസ് തിരുനാൾ രാജരാജവർമ്മ ജീപ്പിൽ നിന്ന് പ്രജകളുടെ ക്ഷേമം കണ്ട് കൈവീശി യാത്ര പോകുന്നു. അതാ പെട്ടെന്നൊരു കൂവൽ കേൾക്കുന്നു. സമരം ചെയ്യുന്ന സ്വകാര്യ നഴ്സ് അസോസിയേഷൻകാരുടെ കൂവലായിരുന്നു അത്. രാജകുമാരൻ ഒന്ന് പതറിപ്പോയി. വിജയനഗര സാമ്രാജ്യാധിപൻ പിണറായി ചോളൻ ഭരിക്കുന്ന നാട്ടിൽ ഈ രാജകുമാരനെ കൂവി വിടുകയോ? ആരെവിടെ? പക്ഷെ അവിടെ ആരുമില്ലായിരുന്നു. തുറന്ന തേരിൽ നിന്നും നഗരപ്രദക്ഷിണം നടത്തിയ രാജകുമാരൻ ഞെട്ടിത്തരിച്ചു നിന്നു. ഈ സമയത്ത് ഒരു ആംബുലൻസ് കിട്ടിയിരുന്നെങ്കിൽ നിലവിളി ശബ്ദമിട്ട് പോകാമായിരുന്നു. കൂവല് കേട്ട് വളിച്ച മന്ത്രിയുടെ നോട്ടം കണ്ടാൽ ആരും കരഞ്ഞു പോകും. സമരക്കാർക്ക് മുമ്പിലൂടെ തുറന്ന ജീപ്പിൽ പാവം റിയാസിനെ നാട് കാണിക്കാൻ കൊണ്ടുവന്നവന്മാരെ പറഞ്ഞാൽ മതിയല്ലോ. കിരീടാവകാശിയെ കാണുമ്പോൾ സമരക്കാർ പുഷ്പവൃഷ്ടി നടത്തുമെന്നും റീൽസിന് വേണ്ടി സമരക്കാർ ഓടിക്കൂടുമെന്നും മുത്തേ പൊന്നെ പിണങ്ങല്ലേ എന്ന് പാടുമെന്നും കരുതി കമ്മികൾ. സെൽഫി എടുക്കുമെന്നും ധരിച്ചു. ഉണ്ണാക്കന്മാരായ കമ്മികൾക്ക് ഇങ്ങനെ ചില അബദ്ധങ്ങൾ പറ്റാറുണ്ട്. കുമാരൻ അന്തഃപുരത്തിൽ ചെന്ന് കരഞ്ഞുകൊണ്ടൊന്ന് പറഞ്ഞാൽ മതി, ചെടിച്ചട്ടിയുമായി കാരണഭൂതൻ്റെ ഭൂതഗണങ്ങൾ ടീമായി ഇറങ്ങി വന്ന് രക്ഷാപ്രവർത്തനം നടത്തും. നിയമസഭയിൽ കയറി പേക്കൂത്താടുന്ന മന്ത്രി ശിവൻകുട്ടിയാണല്ലോ തൊഴിൽ വകുപ്പ് ഭരിക്കുന്നത്. ഈ നാട്ടിൽ നടക്കുന്ന തൊഴിൽ പ്രശ്നങ്ങളൊന്നും ആ കാതിലെത്താറേയില്ല. തൊഴിൽ നിയമങ്ങളൊന്നും ഇവിടെ ഇപ്പോൾ ബാധകമല്ലല്ലേ. പ്രശസ്തമായ ഒരു ആശുപത്രിയിൽ ഇന്ന് നേഴ്സുമാരും ഡോക്ടർമാരും തമ്മിൽ തല്ലുകൂടുന്ന രംഗം കണ്ടു. വയനാട്ടിൽ ഒരിടത്ത് മാറ്റി നിർത്തുന്നു, ഇവിടെ ഒരിടത്ത് കൂവി തോൽപ്പിക്കുന്നു. ഈ നാടിനു വേണ്ടി ഈ സർക്കാർ എന്തൊക്കെ ചെയ്തു? എന്നിട്ടും കൂവലും കരിങ്കൊടിയും കഴുത്തൊളുക്കും പരിഹാസങ്ങളുമാണ് ബാക്കി. നാശത്തിലേക്കാണ് ഈ നാട് പോകുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമോ? ചുരുക്കി പറഞ്ഞാൽ അമ്മായിയപ്പൻ തേച്ചുകുളിയും പിടിച്ചുപറിയുമായി നടക്കുന്നു, മരുമോന് കൂവലും കഞ്ഞിയും. കമ്മികളുടെ കനകൊലു കിണറേഷിൻ്റെ അൽഗോരിതങ്ങൾ തകരുകയാണല്ലോ സഖാക്കളെ. ജനം തിരിച്ചറിവിൻ്റെ പാതയിലാണിപ്പോൾ. മമ്മൂക്ക ഫാൻസ് മൊത്തം തിരിഞ്ഞു. യുണൈറ്റഡ് നേഴ്സ് അസോസിയേഷൻ തിരിഞ്ഞു. ഇനി പാർട്ടിയുടെ പെടലി മാത്രം ജനം പിടിച്ച് തിരിച്ചാൽ മതി.